അങ്ങനെ ഗോളം എന്ന് പറഞ്ഞ പടം കണ്ടു. ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്ത പടം തന്നെയാണ്, ഇപ്പോൾ ഡിജിറ്റൽ അവൈലബിൾ ആയിട്ടുണ്ട്. തിയേറ്ററിൻ്റെ നല്ലൊരു അഭിപ്രായം കേട്ട സിനിമ തന്നെയാണ്. സോ ഞാൻ OTTയിലാണ് കണ്ടത്. കിടിലം പടം എന്ന് വെച്ചാൽ കിടിലം പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആസ് എൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഭയങ്കര ഫ്രഷ് കോൺസെപ്റ്റാണ് എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമ്മൾ മുന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടത്തിലൊന്നും കാണാത്ത കുറേ ഫ്ലഷ് പ്ലോട്ടും ഫ്രഷ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എടുത്ത് കൊണ്ടുവന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളി ഒരു ന്യൂജൻ കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ്. അതും ട്വിസ്റ്റും ടേൺസും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളാണ്, അൺഎക്സ്പെക്റ്റഡ് ആണ് പറയാം. അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. സോ ഒരു വലിയൊരു കമ്പനി ഓഫീസ്, ഒരു കമ്പനി ഓഫീസിൻ്റെ ഉള്ളിൽ ഒരു മരണം സംഭവിക്കുന്നു. സോ ആ മരണത്തെ ചുറ്റിപ്പറ്റിയ ഒരു കമ്പനി ഓഫീസിൽ എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. ഈവൻ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉൾപ്പെടെയുള്ള എല്ലാവരും ആ ഒരു ഓഫീസിൽ എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. സോ അത്ര സസ്പീഷ്യസ് ആയിട്ട് കുറേ ആൾക്കാർ, അതായത് ഡിഫറെൻറ്റ് ബിഹേവിയേഴ്സിലുള്ള കുറേ ആൾക്കാർ. സോ അവർ തമ്മിലാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനെ സാധാ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. ബട്ട് അതിൻ്റെ ഒരു സ്റ്റെപ്പ് അതിങ്ങനെ ബിൽഡ് ചെയ്ത് വരുവാണ് ഈ സിനിമ. ഇങ്ങനെ ഓരോ സമയം ഇങ്ങനെ പോകുമ്പോൾ അത് കണ്ട് നിങ്ങൾ ആസ്വദിക്കണം. അത്ര ഗംഭീരമായിട്ട് തന്നെ ഇത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം നല്ല ഇങ്ങനെ എഴുതി വെച്ചിട്ട് വേണം. ഈ സ്ക്രിപ്റ്റ് അടിപൊളിയാണ്. ഇതിൻ്റെ ഡയറക്ടറിൻ്റെ പേര് സംജാദ് തന്നെയാണ്. മുമ്പത്തെ സിനിമകളൊന്നും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പുതിയ ഡയറക്ടറാണെന്ന് തോന്നും. ആൻഡ് ഇതിനകത്ത് കാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അധികം ആൾക്കാരും പുതിയ ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് സണ്ണി വേണി പിന്നെ കുറച്ച് കാറ്റോസൊക്കെയാണ് ഇതിനകത്ത് കുറച്ച് അറിയുന്നെങ്കിലും അധികം ആൾക്കാരും ഈവൻ ഇതിനകത്തൊരു പോലീസുകാരുണ്ട്, പൊളി ആക്ടിംഗ് ആണ്. മൂപ്പര് ഇതിൻ്റെ അകത്തൊരു ന്യൂ ആയിട്ടുള്ള ഒരു ആക്ടർ ഞാൻ തോന്നുന്നു. സോ കുറേ ഫുള്ളി ഒരു പുതുമയായിട്ടുള്ള ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. മൊത്തത്തിൽ പുതുമ എന്ന് പറഞ്ഞ സംഭവത്തിനെ ഫുള്ളി ഡിഫൈൻ ചെയ്യുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പഴയ ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവീസിലെല്ലാം കണ്ട് തയഞ്ഞവർക്ക് ഈ സിനിമ കണ്ടാൽ ഗോൾഡ് തന്നെയായിരിക്കും. അത്ര ഗംഭീരമായിട്ടാണ് ഇത് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊരു ഫ്രഷ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഒരു ഓഫീസിനുള്ളിൽ ഒരു മേർഡർ, ആ ഒരു സർക്കിൾ, അത് ഗോളം എന്ന് പറയുമ്പോൾ സ്പിയർ തന്നെയാണ്. സോ സ്പിയർ ആ ഒരു ഓഫീസിനുള്ളിൽ ഫുൾ ആൾക്കാരെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ ആൻഡ് അതിന് കുറേ മിസ്റ്ററിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈവൻ ഈ ഒരു സിനിമയെ കൂടി ഇവർ നിർത്തുന്നും കൂടിയില്ല. ഈ രണ്ടാമത്തെ പാട്ടും കൂടി വരുന്നുണ്ട്, സംതിങ് ബിഗ്. അത് കുറച്ച് വലിയ കാര്യങ്ങളായിട്ട് തന്നെ പോകുന്നത്. തുടക്കം സ്മോൾ സാധനത്തിൽ തുടങ്ങി ലാസ്റ്റ് അവസാനിക്കുമ്പോൾ ഒരു വലിയ സംഭവത്തിൽ കൊണ്ട് നിർത്തി. അങ്ങനെയാണ് ഇത് അതിൻ്റെ ഒരു വലിയ സ്റ്റെപ്പ് കയറി പോകണ പോലെ അതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടുള്ളൂ ഈ സിനിമേൻ്റെ. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഇരിക്കുന്നത് സാറ്റിസ്ഫൈഡ് തന്നെയാണ്. കണ്ടിരിക്കാം. നല്ല ഗംഭീര എൻഗേജിങ്. ഓരോ ഷോട്ടിനും അത്രയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല കിടിലൻ സ്ക്രീൻ പ്ലേ ആണ്. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് നെഗറ്റീവായിട്ടൊരു സാധനം തോന്നിയിട്ടുള്ളൂ. അതെനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് നെഗറ്റീവായിട്ട്. അത് കഥേൻ്റെ ബേസിലാണ് തോന്നിയത്. അതായത് ഇതിനകത്തൊരു പോലീസായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. സോ ആ ഒരു ക്യാരക്ടർ ഈ ഒരു മരണം കണ്ടിട്ട് ഒരു ആക്സിഡൻ്റ് ആയിട്ടുള്ള മരണമല്ല, ഇതൊരു മേർഡർ കേസാണെന്ന് പറയുന്ന സമയം തന്നെ ആ മേർഡർ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിന് ആ ഒരു മേർഡർ കേസ് ആണെന്ന് മനസ്സിലാകുന്ന സംഭവം ഇതിൻ്റെ അത് കാണിച്ചില്ല. സോ അതൊന്ന് ഡിഫൈൻ ചെയ്ത് കാണിക്കണം എന്ന് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നി. വേറെ കാര്യങ്ങളായിട്ട് നെഗറ്റീവ് ഒന്നും തോന്നില്ല. ഗംഭീരമായിട്ട് തന്നെയാണ് ഇത് ഒരുക്കി വെച്ചിട്ടുള്ളത്. മേക്കിംഗ് ഗംഭീരമാണ്. എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറയും കേട്ടോ. അത് സാധാ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ കൊടുക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല ഇതിനകത്ത് കൊടുത്തത്. ഒരു കിടിലം ബീജമെല്ലാം കൊടുക്കുന്നുണ്ട്. സ്കോറൊക്കെ ഗംഭീരമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് എലിവേറ്റ് ചെയ്യുന്ന കുറേ പോർഷൻസ് ഒക്കെ ഉണ്ട്. ചില സീക്വൻസൊക്കെ സ്ലോ മോഷനും മ്യൂസിക്കൊക്കെ കൊത്തി വെച്ചിട്ട് നല്ല മാസ്സാക്കി വെച്ചിട്ടുണ്ട്. സോ കുറേ പുതിയ കാര്യങ്ങളെല്ലാം ചെയ്ത് പുതിയ എലമെൻസ് എല്ലാം കൊണ്ടുവന്ന് ഒരു ഫ്രഷ് ആയിട്ട് പ്ലോട്ടും കൊണ്ടുവന്നിട്ടുള്ള അതൊരു പുതിയ ന്യൂജന് കിടിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ 10/10 ചോദിക്കുകയാണെങ്കിൽ 10/10 കൊടുക്കും. അത്രയും ഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അടുത്ത കാലത്ത് കണ്ടു വെച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഇപ്പോൾ ഡിജിറ്റൽ അവൈലബിൾ ആണ്. കണ്ടിട്ട് അത് എന്തായാലും കണ്ടുനോക്കുക. ഗംഭീര സിനിമയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.